യു ഡി എഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ബഹുമാനം ഇന്നും എൻ്റെ മനസ്സിൽ ആരാധന നിൽക്കുന്ന കെ കരുണാകരനാണ്. ആ മനുഷ്യനെ പോലെ ഒരു ഭരണാധികാരി കേരളത്തിലുണ്ടായിട്ടില്ല. ഞാൻ ഒളിച്ചു നോക്കാൻ പറയാം, കെ കരുണാകരൻ ഇല്ലായിരുന്നു കേരളം എന്നീ ഗതിയായ നമ്മുടെ എറണാകുളം എയർപോർട്ട് പോലും കരുണാകരനാണ്. എല്ലാ കരുണാകരനെ പോലെ ശക്തനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് എപ്പോഴും പറയും. ഞാൻ അങ്ങനെ ഒരു ADC ആയിട്ട് നടക്കായിരുന്നു. അങ്ങനെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ കരുണാകരൻ്റെ കാലഘട്ടത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നാട്ടിൽ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഒരു മന്ത്രി എന്നതിലേക്ക് ഏറ്റവും എൻ്റെ മനസ്സിലാക്കിയ G. സുധാകരൻ, ആലപ്പുഴ CPM-ൻ്റെ ഇത്രയും സത്യസന്ധനായ ഒരു പീഡപിടുബന്ധം കേരളത്തിലുണ്ടായിട്ടില്ല. PK ബാബു മോശമൊന്നുമല്ല, പക്ഷേ പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു തന്നത് നമ്മുടെ സുധാകരനാണ്. അതായത് ഒരു റോഡ് എനിക്ക് നമ്മുടെ മുണ്ടക്കയം ബൈപ്പാസ് 17 കോടി രൂപ ഒറ്റയടിക്ക് തന്ന് ബൈപ്പാസ് ഉണ്ടാക്കി. മുണ്ടക്കയം വാഗമൺ റോഡ് 35 കോടി രൂപ തന്നു. മനസ്സിലായില്ലേ? അതിപ്പം പൂർത്തീകരിക്കാൻ കിടക്കുന്നു. അതാ രസം. അങ്ങനെ എല്ലാ സഹായം ചെയ്തിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്നതിൽ കെ കരുണാകരനോടാണ് എനിക്ക് ഏറ്റവും ബഹുമാനം. പിന്നെയുള്ള ബഹുമാനമുള്ള ആൾ നമ്മുടെ EK നയനാര. ഒരു നല്ല ഒരു കാരണവരാങ്ങേര്. ഇത്രയും ഹൃദയശുദ്ധിയുള്ളൊരു മനുഷ്യനെ എനിക്ക് അറിയത്തില്ല. കരുണാകരൻ അത്ര ഹൃദയശുദ്ധി ഒന്നുമില്ല, പോടാം എന്ന് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു. ഈ കെ കരുണാകരനായിട്ടൊന്ന് കെ കരുണാകരൻ എനിക്കൊരു അബദ്ധം പറ്റി. അന്ന് പാർട്ടിന്ന് ഈ നമ്മുടെ ഏതോ ഒരു ഇഷ്യൂവിന് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സമരമാണ്. അതപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം ട്രെയിനാണല്ലോ, ട്രെയിൻ തടയുക കോട്ടയത്ത്. അങ്ങനെ ഞങ്ങൾ 32,000 പേര് കോട്ടയത്ത് കൂടി, ഞാനും PJ ഞങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഈ തേങ്ങ വിലയിൽ നിന്നുള്ളതാണ് സമരം. അപ്പോൾ തേങ്ങ എറിഞ്ഞ് പൊടിക്കണം. അപ്പോൾ തേങ്ങ എടുത്ത് എഞ്ചിനിട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. ഞാൻ തേങ്ങ പൊട്ടിത്തെറിച്ചു. ഉടനെ അവിടെ നിന്ന് പണിക്കരേട്ടെന്ന് പറയും ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ, ജോറൂട്ടിയെ, അപ്പോൾ അത് കരുണാകരൻ നെഞ്ചിനിട്ടാണല്ലോ ആ ഏറെ ഇല്ലേ എന്ന്. അങ്ങനെ ആയിക്കോട്ടെ പണിക്കരേട്ടാന്ന് ഞാൻ തമാശയും പറഞ്ഞു. പിറ്റേ ദിവസം എല്ലാ പത്രത്തിലും ഈ തേങ്ങ കരുണാകരൻ നെഞ്ചത്തെന്ന്. തീർന്നോ? എല്ലാ പത്രം ഫ്രണ്ട് പേജാണ്. സങ്കടം തോന്നി. ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷേ രസം എന്നാണെന്നറിയോ, എനിക്ക് കരുണാകരനെ കാണാൻ പേടി. കാരണം ഇതിങ്ങനെ പറയാൻ ചങ്ങല എടുത്തോണ്ട് ചെല്ലാൻ പറ്റുമോ? ഞാൻ പക്ഷേ അങ്ങനെ ഇതൊക്കെ സത്യം കണ്ടെത്തിയിരുന്നു. ഒരു ദിവസം ഞാൻ ജേക്കബിൻ്റെ ഓഫീസിലോട്ട് പോകാനായിട്ട് ലിഫ്റ്റിന് നോക്കി നിൽക്കുമ്പം ഒരു ലിഫ്റ്റ് മുകളിൽ താഴോട്ട് വരിക. അപ്പം മന്ത്രിമാർ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ മന്ത്രി വരികയാണല്ലോ. ഞാനിങ്ങനെ മാറി നിന്നപ്പം വന്നിറങ്ങിയത് കരുണാകരൻ. ചാടി എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. പോലീസുകാരനുണ്ട്, വലിയ പുള്ളി, ഒരു തടിയൻ, ഒരു പോലീസുകാരൻ എപ്പോഴും കരുണാകരൻ്റെ അടുത്തുള്ളത്. അങ്ങോട്ട് ഇവിടെ ഒരു ചോറുപടി എടുത്തുകൊണ്ട് വരാൻ വേഗം വേണം, ഇവരുടെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവൻ തേങ്ങ വെച്ച് എൻ്റെ നെഞ്ചത്തെറിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പൊന്നിലിടെ സത്യമായിട്ട് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല എന്ന് ഞാൻ തമാശ അല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞ്. അപ്പോൾ അയാൾ പറഞ്ഞു, അന്ന് ക്ഷമിക്കണം, അന്നത്തെ കരുണാകരൻ, അതാണ് കരുണാകരൻ. അങ്ങനെ എടോ, താൻ എന്താണ് ചെയ്തതെന്നും എന്താണ് പറഞ്ഞതെന്നും ശരിയായിട്ട് എൻ്റെ ഈ റിപ്പോർട്ടുണ്ട്. താൻ എൻ്റെ നെഞ്ചത്തോട്ടല്ല എറിഞ്ഞതെന്നും എനിക്കറിയാം. പഠിക്കൽ കാണിച്ചൊരു മര്യാദകളാണ്. അതിൻ്റെ പേര് താൻ തന്നെ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരാതില്ല. ഞാൻ പിന്നെ പേടിയായിട്ടാന്ന് തോന്നുന്നു. പേടിയൊന്നും വേണ്ട, ഇന്ന് വന്നേക്കണം എന്ന് തോന്നുന്നു. പിറ്റേ അന്ന് കഴിഞ്ഞ് ഞാൻ ജേക്കബിനെ കണ്ട് തിരിച്ചു പോയിട്ട് പിന്നെ കരുണാകരൻ വന്നപ്പോൾ തിരിച്ചു പോയി ഒരു മണിക്കൂർ കരുണാകരനോട് തീരുന്നു. അങ്ങനെ വളരെ നല്ല ബന്ധമായിരുന്നു കരുണാകരനുമായിട്ട്. പിന്നെ EK നയനാർ ഈ പറഞ്ഞ വലിയ സ്നേഹമുള്ള മനുഷ്യനാണ്. ഏത് പ്രശ്നം പറഞ്ഞാലും അന്നേരം സഹായിക്കാൻ ഉള്ള സന്മനസ്സുള്ളവനായിരുന്നു. അതുപോലെ VS അച്യുതാനന്ദൻ, ഞാൻ മനസ്സുകൊണ്ട് ഒരു കാരണവരായി ബഹുമാനിച്ചിരുന്ന ആൾ VS അച്യുതാനന്ദൻ. അച്യുതാനന്ദനോട് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക്. എന്നാന്ന് വെച്ചാൽ അച്യുതാനന്ദനെ അറസ്റ്റ് ചെയ്ത് പൂഞ്ഞാറ്റിന്ന് പോലീസിൻ്റെ ഭീകര മർദ്ദനവും കാലിനകത്ത് ഈ വയലറ്റ് കുത്തിയേറ്റതൊക്കെ ഇവിടെ ഈ പൂഞ്ഞാർ സംഭവത്തിനും അനുബന്ധിച്ചാണ്. കാരണം അങ്ങനെ ഭയങ്കര ബഹുമാനവും സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയും കൊണ്ട് പോകാത്ത വഴിയില്ല. കേരളം കണ്ട് ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് വെച്ചാൽ ഒരു മടിയില്ലാതെ ഞാൻ പറയും VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങനെ വിജയമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഭരണാധികാരിയല്ല അങ്ങനെ. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവെന്ന് ഇത്രയും ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അങ്ങനെ കൊണ്ട് മതികെട്ടാമന മുതൽ പീരുമേട് മുതൽ പോകാത്ത സ്ഥലമൊന്നുമില്ല. ഇപ്പോഴും വാഗമണ് ടൗണായി മാറിയിരിക്കുന്ന 30 റോഡൊക്കെ പുള്ളി കയ്യാൽ പൊളിച്ച് റോഡാക്കിയത് ഞാൻ പിടിച്ചോണ്ട് പോയതാണ്. അങ്ങനെ ഒത്തിരി നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ഈ VS-നെയും കൊണ്ടുപോയി. അങ്ങനെ ഒരുമാതിരി സന്തോഷമായി. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തു തീർത്തുണ്ടാകും പോകാൻ കഴിഞ്ഞെന്നുള്ള എൻ്റെ ഒരു മനസ്സുഖം. എന്തായാലും VS-നെ പറ്റി എന്തായാലും ഓർക്കാണെന്നറിയാം. ഒരു ദിവസം ഈ പീരുമേട്ടിൽ ഒരു 9 വയസ്സുള്ള കൊച്ച്, ആ പെൺകുഞ്ഞ് ആത്മഹത്യ ചെയ്തു.
ആത്മഹത്യ ചെയ്തപ്പോൾ ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പം ആ കൊച്ചിൻ്റെ ഷഡ്ഡി ഊരിയെടുത്തു. ആ ഷഡ്ഡി എടുത്ത് വെച്ചിങ്ങനെ എണ്ണുക പോലീസുകാർ. 9 തുളയുണ്ട് ഒരു ഷഡ്ഡിയിൽ. ഒന്ന് ആലോചിച്ച് ആ കൊച്ചിൻ്റെ ജീവിതം ഉണ്ടായിരുന്നു. ഷഡ്ഡി മേടിക്കാൻ പോലും പണമില്ലാത്ത കുഞ്ഞ ആത്മഹത്യ ചെയ്തത്. ഞാൻ ഈ കാര്യം ചെന്ന് VS ഇങ്ങനെ ഞാൻ കാണാനിടയായി എന്ന് പറഞ്ഞു. പോയേക്കാടോ അങ്ങോട്ടെന്ന് പറഞ്ഞു. പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന ദിവസം പോയേക്കാന്ന് പറഞ്ഞു. ഞാനിങ്ങോട്ട് പോകുന്നു, നീരായിട്ടോട്ടേക്ക് പോകുന്നതിൻ്റെ തലേദിവസം എന്നെ വിളിച്ചു. പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ വിളിച്ചു, VS നമ്മളെന്താ കൊണ്ടുപോകുന്നേ, താൻ എന്താ കൊണ്ടുവന്നേ? ഞാൻ VS കൊണ്ടുപോകുന്നതിൽ ഞാനും കൊണ്ടുകൊള്ളാം. ഞാൻ ഒരു 2 ലോഡ് അരി കൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. VS 2 ലോഡ് അരിയാണ് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു താൻ 1 ലോഡ് അരി കൊണ്ടുവന്നിരിക്കണം. ഞാൻ 1 ലോഡ് അരിയും കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ മുതൽ അരി എല്ലാവർക്കും 5 കിലോ വെച്ച് വഴി കണ്ടവർക്കെല്ലാം നിർത്തി കൊടുക്കുകയായിരുന്നു. VS ഞാനും കൂടെ പീരുമേട് എന്ന് അവിടെ നിന്ന് വഴി കൊടുത്ത് വാഗമണ് വരെ അരി കൊടുത്തു. വാഗമണ് ടൗണിൽ മുഴുവൻ കൊടുത്തു. വാഗമണ് സ്കൂളിൽ പോയി. അത് ഒക്കെ ഇപ്പോഴും ഓർക്കുക. VS ആ കാര്യത്തിൽ, അതായത് ദാനം ചെയ്യണമെന്നും പാവങ്ങളോട് ഇത്രയും ദീനാനുകം വേണ്ടായിരുന്നൊരു മനുഷ്യൻ VS തന്നെ ഭയങ്കരമാണ്. അത് അങ്ങനെ ഒരു മടിയില്ലാതെ ഇറങ്ങിത്തിരിക്കുമായിരുന്നല്ലോ. അങ്ങനെ വലിയ നന്മ ചെയ്ത മനുഷ്യനാണ്. ഒരു മന്ത്രി എന്ന നിലയിൽ കേട്ടോ, എനിക്ക് ബഹുമാനപ്പെട്ട KM മാണിയെ പറ്റി ഒരു വാക്ക് പറയാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം 52 കൊല്ലം MLA ആയിരുന്നു, 24 കൊല്ലം മന്ത്രിയായിരുന്നു, 24 കൊല്ലം നിയമവകുപ്പ് മന്ത്രിയായിരുന്നു, അതിൽ 18 കൊല്ലം 19 കൊല്ലം ധനകാര്യമന്ത്രിയായിരുന്നു. ഇത്രയും നാൾ മന്ത്രിയായിട്ട് ഈ ഒരു വകുപ്പ് വഹിച്ച ഒരാളും ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 52 കൊല്ലം MLA ആയിരുന്നു കേരളാരസം. പക്ഷേ അദ്ദേഹത്തിൻ്റെ 52 കൊല്ലം MLA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തെ നോക്കാൻ ആളില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകളാണ് നമ്മുടെ പനമ്പള്ളി കയറി താമസിക്കുന്ന ഒരു മകളുടെ വീട്ടിൽ പോയി അങ്ങനെ അവസാനം ഒരു കൊല്ലം താമസിച്ചതും മരിച്ചതുമൊക്കെ. അതിന് ചരിത്രത്തിൽ ഞാൻ കിടക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് കിടക്കുന്നില്ല. എനിക്ക് ഓർക്കും പോലും വലിയ മനപ്രയാസമുണ്ട് മാണിസാറിൻ്റെ അവസാന കാലത്തെ ജീവിതം. ഇത്രയും നന്മ ചെയ്ത് ജനപിന്തുണയോട് ഭരിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യന് അവസാന കാലത്ത് ഒരു സന്തോഷമായ ഒരു ഭരണം യാത്രയിൽ കൊടുക്കാൻ കഴിയാതിരുന്ന നമ്മുടെ സമൂഹത്തെപ്പറ്റി എനിക്ക് വലിയ ദുഃഖവും ഖേദവും ഉണ്ടെന്ന് മാത്രമേ അത് പറയുന്നുള്ളൂ. മാണിസാറുമായിട്ടെന്ന് വെച്ചാൽ ഞാൻ മാണിസാറിനോട് ഭയങ്കര അകൽച്ചലായിരുന്നു. അകൽച്ച എന്നാൽ ഈ KM മാണിസാർ കൈക്കൂലി മേടിക്കുന്നതുകൊണ്ടായിരുന്നു എൻ്റെ പരാതി. നിയമസഭയിൽ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞതുപോലെ ചീത്ത ലോകത്താരും മാണിസാറിനെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെപ്പറ്റി മാണിസാർ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അതാരസം അങ്ങനെ ഒരു പ്രാവശ്യം എന്നെപ്പറ്റി കടുപ്പിച്ച വർത്താനം പറഞ്ഞു. അതല്ലാതെ ഒരിക്കലും ഞാൻ എന്നാ ചീത്ത പറഞ്ഞാലും എന്നോട് മറുപടി പറയാല എന്ന കാര്യം. പക്ഷെ അങ്ങനെ എനിക്ക് വളരെ വേദനിക്കുന്ന പറയേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ അത് പറയുന്നില്ല അദ്ദേഹത്തെ പറ്റി. അദ്ദേഹത്തെ ഓർമ്മ പോലും എനിക്ക് വേദനയിപ്പോൾ. ഒരു പ്രാവശ്യം ഒരു കാര്യം പറയാം. ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെ വിളിച്ചു. രാവിലെ കാണണമെന്ന് ഞാൻ അവിടെ ചെന്നു. ഞാൻ ചീഫ് വിപ്പാണ്. എന്നോട് പറഞ്ഞു, എടോ അപ്പോൾ ആരുമില്ല, ഞാനും മാണിസാറും മാത്രമേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എടോ നമുക്കേ ഒന്ന് മുഖ്യമന്ത്രി ആയാലും കുഴപ്പം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എങ്ങനെയാ, നമ്മുടെ ഉമ്മൻചാണ്ടിയിലെ മുഖ്യമന്ത്രി നമ്മുടെ ആൾ തന്നെയല്ലേ. ഞാൻ കോട്ടയം ജില്ലയിലെ പുള്ളി ഉമ്മൻചാണ്ടി. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുറകിലെ വാതിലിറങ്ങും. നോക്കിയപ്പം മകനും മകൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റിയിരിക്കും. മാണിസാർ അത് കാണുന്നില്ല. മാണിസാർ എന്നെ തിരിഞ്ഞിരിക്കുക. എടോ ഞാൻ ഒരു കത്തോലിക്കനല്ലേ നിങ്ങേര് പറഞ്ഞു. കത്തോലിക്കൻ മുഖ്യമന്ത്രി അല്ലല്ലോ, ഒന്ന് നോക്കാം. അങ്ങനെ മാണിസാറിൻ്റെ പറയുമ്പോൾ എൻ്റെ മനസ്സ് ഔദ്യോഗികമായിട്ട് എങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാം. എന്നിട്ട് ഞാൻ ഇറങ്ങി AK സെൻറ്ററിൽ പോയി. അവിടെയുള്ളവരെ എല്ലാവരും കണ്ട്, പിണറായി കോടിയേരി അവരെ എല്ലാവരും കണ്ടു. അവരെ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെളിയം ഭാർഗവൻ സഖാവ് CPI അങ്ങനെ കണ്ടോടുന്ന എന്നോട് CPMൻ്റെ ആളുകൾ ഞാൻ അങ്ങനെ പോയി അങ്ങനെ മകളുടെ വീട്ടിൽ പോയി. അങ്ങനെ തിരുവനന്തപുരത്ത് അവിടെയാണ് താമസം. അന്നേരം അവിടെ ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെ തോട്ടത്തിൽ വെള്ളം നനച്ചുകൊണ്ടിരിക്കുക വൈകുന്നേരം. അവിടെ പോയി പുള്ളിയെ കണ്ട് വിവരമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഏതായാലും PJ ഹോസ്പിറ്റലായിട്ട് സംസാരിപ്പിച്ചു. PJ ഞാൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാം തയ്യാറാക്കി. നാളെ രാവിലെ 9 മണിക്ക് നമ്മുടെ ലോ അക്കാഡമിയുടെ ഉണ്ട് തിരുവനന്തപുരത്ത്. ലോ അക്കാഡമിയുടെ അവിടുത്തെ അങ്ങേരുടെ അനിയൻ കൃഷ്ണൻ നായർ, അവിടെ കോലിക്കോട് കൃഷ്ണൻ നായർ എന്ന MLA, അങ്ങേരെ അതിനകത്താണ് താമസം. അവിടെ ആകുമ്പോൾ ലോകത്താരും കാണുകയില്ല, അവിടെ വെച്ച് കൂടാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു ഞങ്ങൾ. ഞാനത് വന്ന് മാണിസാറിനോട് പറഞ്ഞ് മാണിസാർ സന്തോഷമായി എന്നെ കെട്ടിപ്പിടിച്ച് തലേ ഉമ്മയെല്ലാം തന്ന് രാവിലെ 9 മണിക്ക് നമുക്ക് അവിടെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ പിരിഞ്ഞ് വരുമ്പോഴത്തേന് അങ്ങനെ മാണിസാറിൻ്റെ സ്റ്റാഫ് ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അങ്ങനെ ആ പയ്യൻ പറഞ്ഞു എന്നോട്, നമ്മുടെ
പാലാക്കാരനാണ്. അങ്ങേര് നല്ല ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, സിബി സാറേ ഇത് നടക്കലെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ നീയാണോ അത് ചെയ്യുന്നത് ചോദിച്ചു. ഏട്ടാ ഞാനീ പോന്നു. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് മുമ്പ് മാനസാറിൻ്റെ ഫോൺ വന്നു. ജോറെ 9 മണിയിൽ നിന്ന് മാറ്റി വെക്കണം. ഞാൻ മാറ്റി വെക്കാൻ പറ്റില്ല, മാറ്റി വെച്ചാൽ നടക്കലത്. എന്നാൽ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ മാനസാറിൻ്റെ വീട്ടിൽ ചെന്ന് പുള്ളി കരഞ്ഞ് വിളിച്ച് നിൽക്കുകയാണ്. കോലം കണ്ടപ്പോൾ സങ്കടം, ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. വേണ്ട എന്നത് വെക്കണം, വേണ്ടെന്ന് പക്ഷേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണെങ്കിൽ മാനസാറിൻ്റെ സംസാരിക്കും. ഞാൻ കോടിയേരി കിട്ടി മാനസാറിൻ്റെ കൊടുത്തു. മാനസാർ പറഞ്ഞു, കോടിയേരി ഇന്നത്തെ മീറ്റിംഗ് ഒന്ന് മാറ്റി വെക്കാമെന്ന്. ആയിക്കോട്ടെ, ഞാൻ മാറ്റിയും വെച്ചു. ഞാനത് കഴിഞ്ഞ് ഇറങ്ങി. അന്നേരം മാനസാറിൻ്റെ മകൻ്റെയും മകളുടെയും കണ്ണ് മുറി വാതക്കലുണ്ട്. അതാ രസം. ഞാൻ താഴെ ഇറങ്ങി വന്നു. ഈ സിബിയോട് ചോദിച്ചു എന്നെ അവനെ സംഭവിച്ചത്. രാത്രി മാനസാർ ഉറങ്ങിയിട്ടില്ലെന്നും വലിയ ബഹളമായിരുന്നെന്നും പറഞ്ഞു. അതായത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 6 മാസം കഴിയുമ്പോൾ ഇലക്ഷനാണ്. അപ്പോൾ ആ ലോക്സഭാ ഇലക്ഷനിൽ ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിയാക്കാമെന്ന് രാഹുൽ ഗാന്ധി വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പുരുക്ക് വകുപ്പ് മന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാനസാർ ഈ മുഖ്യമന്ത്രി ആകുമ്പോൾ പറ്റിയാലും മുന്നണി മാറ്റുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടായി. അങ്ങനെ അന്ന് രാഷ്ട്രീയ ബോധമുള്ളവർക്കെല്ലാം അറിയാം, ഒരു കാരണവശാലും മുഖ്യമന്ത്രി ആഴ്ച നടക്കാല. അല്ല, മുഖ്യമന്ത്രി ആഴ്ച നടക്കും, കേന്ദ്രത്തിൽ മന്ത്രി ഉണ്ടാകരുന്ന അന്നത്തെ സാഹചര്യം അറിയാവുന്ന. പക്ഷേ നടന്നില്ല. ഏതായാലും അതോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനം പോയി. അല്ലെങ്കിൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി എന്ന് പേര് കിട്ടിയത്. അതുപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടിയെ പറ്റി ഒരു നല്ല വാക്ക് പറയാനുണ്ട് കേട്ടോ. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുള്ളൂ. ജനകീയൻ എന്ന് പറഞ്ഞാൽ ആർക്ക് എവിടെയും ചെന്ന് കാണാം, എപ്പോഴും കാണാം, എന്തും പറയാം. പുള്ളിക്കിട്ട് തല്ലിയാലും തല്ലിയതിനോട് അന്നേരം ചോദിക്കും നിൻ്റെ കൈക്ക് വേദനിച്ചോടാവുകയെന്ന്. ആ ഒരു സ്വഭാവമായിരുന്നു. അവിടെ കണ്ണൂർ വെച്ച് പുള്ളിക്കിട്ട് അടിക്കും ബഹളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ പുള്ളി കേസെടുത്തിട്ട് പോലും കേസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇതുപോലെ മനഃശുദ്ധിയുള്ള ഒരു ജനകീയ നേതാവ് ഉണ്ടാകാനിരുന്നത് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഉമ്മൻചാണ്ടി ഒരു ഒരു ഓർമ്മിക്കേണ്ട കഥാപാത്രമാണ്, ഒരു സംശയം വേണ്ട. ഉമ്മൻചാണ്ടിയുടെ കാര്യം ഞാൻ ഉമ്മൻചാണ്ടി എല്ലാ ദിവസവും തന്നെ തിരുവനന്തപുരത്തുള്ള ഉമ്മൻചാണ്ടിയെ കാണുമായിരുന്നു. അല്ല അത് തന്നെയല്ല, ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി 14 ജില്ല വെച്ചു. അപ്പം ജീവിപ്പായി എൻ്റെ കൂടെ ഞാനും കൂടെ ചെല്ലണം എന്നുള്ള വിളി നിർബന്ധമായിരുന്നു. 9 ജില്ലയിൽ ഞാൻ കൂട്ടത്തിൽ പോയി. അപ്പോൾ കൂട്ടത്തിൽ പോകുമ്പം ആദ്യം ഈ നിവേദനം ഇങ്ങനെ മേടിക്കുകയാണല്ലോ. ഞാൻ ചതയിൽ ഓർഡർ തന്നേരെ ഉദ്യോഗസ്ഥന്മാരുടെ മേടിക്കല ജില്ലയിലെ. അപ്പോൾ എന്നോട് ഉമ്മൻചാണ്ടി വിളിച്ച് പറഞ്ഞു, വേറെ ഒരുമാതിരി ചെയ്യാൻ പറ്റുന്നതാണെല്ലാം ഓർഡർ ഇട്ട് കൊടുത്തേക്കാൻ പറ്റും, ചെയ്യാൻ പറഞ്ഞു, ചെയ്യണം എന്ന് ഞാൻ കൊടുത്തേച്ചാൽ മതി, ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ. അപ്പോൾ ഉമ്മൻചാണ്ടി ആദ്യം പറയും, എൻ്റെ അടുത്ത് PC പറഞ്ഞിട്ടുണ്ട്, നിവേദനം കൊടുക്കാൻ എൻ്റെ ഈ തരണമെന്നില്ല, ജോറിൻ്റെ കൊടുത്താൽ എൻ്റെ ഈ തന്നായിട്ട് ഞാൻ കണക്കാക്കി തീരുമാനം ഉണ്ടാവുന്നു. അത് ഞാൻ ഈ തരുമാനം ഞാനങ്ങനെ എഴുതി കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം ചാക്കിട്ട് നിറച്ച് നിവേദനം എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ട് പ്രോസസ്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ബുദ്ധിമുട്ടിയ ഒരു മുഖ്യമന്ത്രി ഭയങ്കരമാണ്. ഞാൻ 9 ജില്ല കൊടുത്ത് അതിന് ബാക്കി എനിക്ക് പോകാൻ പറ്റിയെന്ന് തോന്നി. അതായത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 71 സീറ്റും വെച്ചുകൊണ്ട് തുടങ്ങിയത്. അപ്പം അവിടുന്ന് ഒരു MLA അന്നേരം ഞാൻ ചാക്കിട്ട് പിടിച്ചു. അത് ഞാനോട് ഭയങ്കര ഇഷ്ടമാണ്. ചാക്കിട്ട് പിടിച്ച് പുള്ളി 72 ആക്കി കൊടുത്തു. ആ 72 കാര്യം എന്താ വെച്ചാൽ പിന്നെ CPM അങ്ങനെ അവിശ്വാസം കൊണ്ടുവന്ന് കളയാൻ പറ്റുക അവസ്ഥയിലാക്കി കൊടുത്തു. അങ്ങനെ സ്റ്റേബിൾ ഗവൺമെൻറ് ആക്കിയത് എൻ്റെ ഒരു ഇടപാടാണ്. പിന്നെ ഞാൻ ചീഫ് വിപ്പാൻ ആഗ്രഹിച്ചല്ല, എന്നെ മന്ത്രിയാക്കണം എന്നാണ് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചത്. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ജീവിച്ചിരിപ്പുണ്ടല്ലോ, രമേശ് ചെന്നിത്തല, ഇവരെല്ലാവരും കൂടി എന്നെ മന്ത്രിയാക്കണം നിർബന്ധമായും പറഞ്ഞതാണ്. പക്ഷേ ജോസഫും മാണിസാറും കൂടി ആലോചിച്ച് 2 മന്ത്രി മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു 2 മതിയെന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ച് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചീഫ് വിപ്പാക്കണം നിർബന്ധമായിട്ട് പറഞ്ഞു. ചീഫ് വിപ്പാക്കിയത് ചീഫ് സ്ഥാനം സത്യത്തിൽ ഈ മുസ്ലിം ലീഗിൻ്റെ അത് ഞാനാകണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക. നിയമസഭ കൂടാൻ പോകുന്നതിൻ്റെ തലേദിവസം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ അവിടെ വന്ന് ജോസഫ് മാണി എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ ലീഗ് നേതാക്കന്മാരുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ഉണ്ട്, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരുണ്ട്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, അവരെ ഒരു ഫോൺ തങ്ങളാണെന്ന് ഇതിൻ്റെ ഞാൻ നോക്കി പാണക്കാട് തങ്ങളാണ്. ഞാൻ തങ്ങളാ ഞാൻ അവിടെ വന്ന് കണ്ടോളാം. അത് പിന്നെ കാണാം, വന്നാൽ മതി, നമുക്ക് നേരിട്ട് കാണാം. ഞങ്ങളുടെ ലീഗിന് കിട്ടിയിരിക്കുന്ന ചീഫ് സ്ഥാനം ഞാൻ ജോറിന് തരികയാണ്, ജോറി ചീഫായിട്ട് നാളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എടങ്ങനെ പുള്ളി കട്ട് ചെയ്ത് പോകണം. രസമല്ല, പിറ്റേ ദിവസം രാവിലെ വഴക്ക്, ചീഫ് സ്ഥാനം എനിക്ക് പറ്റുകയില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ അതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച
ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ആ ചരിത്രം കൂടുതലായിട്ട് പറയുന്നില്ല. നമ്മുടെ പി ജെ ജോസ് തന്നെയാണ് എന്ന് വിളിച്ചു നോക്കുന്നത്. പി ജെ ജോസഫാണ് ഒരു കാരണവശാലും പി സി ആക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വലിയ വഴക്കുണ്ടാക്കി 9 MLA വരെ, ഞങ്ങൾ അതിൽ 4 പേരെ ചാക്കിട്ട് പിടിച്ചു. പക്ഷേ അവസാനം സി എഫ് തോമസും ചാക്കിട്ടായിരുന്നു. പി സി തോമസിനെ തെറ്റിദ്ധരിച്ചായിരുന്നു. അവസാനം മാണി സാറ് ചരിത്രം പറഞ്ഞപ്പോൾ സി എഫ് പറഞ്ഞു പി സി ആകട്ടെ. അങ്ങനെ സി എഫിൻ്റെ പിന്തുണ വന്ന് ഇപ്പറേ 5 അങ്ങനെ ഭൂരിപക്ഷം എന്നാണ് ഞാൻ ചീഫ് സ്ഥാനം ഏറ്റത്. അല്ലേ തന്നെ ഞാൻ ചീഫായിരുന്നു. ലീഗിന് കിട്ടിയ സ്ഥാനം കേരള കോൺഗ്രസ് തന്നെ കാര്യമിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി ചരിത്രം കൂടെ പറയാൻ കൊള്ളില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പാർട്ടിയിൽ.